Chapter 10 question and answers നമുക്ക് നോക്കാം. ഒന്നാമത്തെ question നോക്കൂ. It begins even before production of goods and continues even after the sales has taken place. Identify it. എന്താണ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് സെയിൽസ് നടന്നതിന് ശേഷം വരെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. മോഡേൺ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് customer satisfaction. Dash means putting identification marks on the package. പാക്കേജിൽ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന മാർക്കിന് പറയുന്ന പേരാണ് ലേബലിംഗ്. മൗസിക്കോള, a soft drink company used apple as the symbol for advertisement. They duly registered the symbol as per the act. Identify the symbol. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി ആപ്പിളിന്റെ സിമ്പിൾ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്തു. അതപ്പോൾ 2 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തായിട്ട് കാണിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്കാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ സ്പെഷ്യലൈസേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദീസ് സ്റ്റാൻഡേർഡ്സ്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഒരു പ്രൊഡക്റ്റിന്റെ സ്പെസിഫൈ വെച്ച് ആ സ്റ്റാൻഡേർഡ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ഓണം സീസൺ, ഖാദി ബോർഡ് ഡിക്ലെയർഡ് 20% റിഡക്ഷൻ ഓൺ ഇറ്റ്സ് ഓൾ പ്രോഡക്റ്റ്. ദിസ് ടെക്നിക്, അതായത് ഒരു ഫെസ്റ്റിവൽ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീസൺ സമയത്തോ ഇത്ര % റിഡക്ഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനെ പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് റിബേറ്റ്. നോൺ പേഴ്സണൽ പെയ്ഡ് ഫോം ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഏതാണ് നോൺ പേഴ്സണൽ ഫോമിലായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്? ദാറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ അഡ്വർടൈസ്മെന്റ് ആണ് നോൺ പേഴ്സണൽ ഫോമിലുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്. നോൺ പേഴ്സണൽ നോൺ പെയ്ഡ് ഫോം ഓഫ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് ഈസ് ഡാഷ്. നോൺ പേഴ്സണൽ ആണ്, എന്നാൽ പെയ്ഡ് ഫോമും അല്ല. അങ്ങനെയുള്ള ടെക്നിക്ക് ഏതാണെന്നാണ് ചോദ്യം. അത് പബ്ലിസിറ്റിയാണ്. റിബേറ്റ്, ഡിസ്കൗണ്ട്, ഫ്രീ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. അടുത്തതൊരു AB ഓപ്ഷനിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഞാൻ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഗുഡ്സ് ഒറിജിനൽ റീറ്റെയിൽ പ്രൈസിനെക്കാട്ടിലും കുറച്ച് വിൽക്കുന്നതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് പേ ബാക്ക് ചെയ്യുന്നതിന്, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ട് നമ്മൾ ക്യാഷ് പേ ബാക്ക് ചെയ്യുന്നതിനെയാണ് റീഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്കൗണ്ടഡ് പ്രൈസ് ഓൺ ദ റീറ്റെയിൽ ഓഫ് ദ പ്രോഡക്റ്റിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് സാമ്പിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നട്ട്സിന്റെ ഒക്കെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ ആയിട്ട് കുറച്ച് പ്രോഡക്റ്റ് തരും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. സോ അതാണ് സാമ്പിൾ. വാട്ട് ഈസ് മീൻ ബൈ പ്ലേസ് ഇൻ മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സിൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും അതേപോലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനുമാണ് ഉദ്ദേശിക്കുന്നത്. കോമ്പൻസേഷൻ പ്രൊവൈഡഡ് ബൈ ദ ബയർ ടു ദ സെല്ലർ ഇസ് കോൾഡ്. ബയർ സെല്ലർക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് അതിന്റെ വില, പ്രൈസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പാക്കേജിന്റെ ലെയേഴ്സ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി പാക്കേജ്, സെക്കൻഡറി പാക്കേജ്, ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ട്രേഡ് മാർക്ക് എന്താണ്? ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റേർഡ് ബ്രാൻഡിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ബ്രാൻഡ് മാർക്ക് എന്താണ്? ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ഓർ വേർഡ് ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വിച്ച് ഇൻഡിക്കേറ്റ് എ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ മേക്ക് സ്യൂട്ടബിൾ പെയേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, മാക്സിമം പ്രൊഡക്ഷൻ. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക. സെയിൽസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഇൻവോൾവ് ആക്കുക. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ്, ബൈയിങ് എ പ്രോഡക്റ്റ് ബൈ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ഈസ് കോൾഡ്. ഒരു പ്രോഡക്റ്റ് കുറെ ടൈമും എഫേർട്ടും എടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതിനാണ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്.
എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത്? മാർക്കറ്റ് is a place where the buyers and sellers meet each other for sales and purchase of the commodity. മാർക്കറ്റ് എന്ന് പറയുന്നത് ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് ചേർന്ന് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് അവരുടെ സെയിൽസും പർച്ചേസും ചെയ്യുന്നതിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the combination of 4 basic marketing tools: product, price, place, promotion. ഇത് നാലും ചേരുന്നതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. That firm uses to pursue its marketing objectives in a target market. Next question. Super Bakers intended to introduce a new brand of bread in the market. അവരൊരു പുതിയ ബ്രെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. List out the factors to be taken into account while deciding the labeling of the product. ആ പ്രൊഡക്റ്റ് ലേബൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. ലേബലിംഗ് മീൻസ് പുട്ടിംഗ് ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഓൺ ദ പാക്കേജ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ടാഗ് അറ്റാച്ച്ഡ് ടു എ പ്രൊഡക്റ്റ്. എന്തൊക്കെയാണ് ലേബലിംഗിന്റെ ഫംഗ്ഷൻസ് എന്ന് ഇൻവോൾവ് ആക്കുക? ഒന്ന്, കൃത്യമായിട്ട് പ്രോഡക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക, അതിന്റെ യൂസേജ്, അതിന്റെ കോഷൻസ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കണ്ടന്റുകൾ, ഇതെല്ലാം ഇൻവോൾവ് ചെയ്യിക്കണം. കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതിന്റെ ഗ്രേഡിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് പ്രൊഡക്ട്സിന് ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് റിക്വയർഡ് ബൈ ലോ എന്തൊക്കെ അനുശാസിക്കുന്നോ അതെല്ലാം ഇൻവോൾവ് ആക്കിയിരിക്കണം. ദെൻ ഇനി ടൈപ്സ് ഓഫ് പ്രോഡക്ട്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കൺസ്യൂമേഴ്സ് പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൺസ്യൂമർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് മനസ്സിലാക്കി വെച്ചിരിക്കണം. കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. ഓരോ കസ്റ്റമേഴ്സും അവരുടെ പേഴ്സണൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ആണ് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രോഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ആയിട്ടുള്ളതും ഡ്യൂറബിലിറ്റി പ്രോഡക്ട്സും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഉള്ളതാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആർ ദോസ് പ്രോഡക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് ഇൻപുട്സ് ഇൻ പ്രൊഡ്യൂസിങ് അതർ പ്രോഡക്ട്സ്. മറ്റു പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ദി എക്സാമ്പിൾസ് ഓഫ് സച്ച് പ്രൊഡക്ട്സ് ആർ റോ മെറ്റീരിയൽസ്, എൻജിൻസ്, ലൂബ്രിക്കൻസ്, മെഷീൻസ്, ടൂൾസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. The next question. Customer is the king in the modern concept of marketing. Explain. Customer ആണ് king എന്ന് പറയുന്നത്. According to modern marketing concept, producer gives more importance to the tastes and needs of the customer. Correct അല്ലേ? ഇന്നത്തെ കാലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കസ്റ്റമറിന് എന്താണോ വേണ്ടത് അദ്ദേഹത്തിന്റെ ടേസ്റ്റും നീഡ്സും അനുസരിച്ചാണ് ഓരോ പ്രൊഡ്യൂസറും അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. The objective of modern marketing is maximum profit through customer satisfaction. Customer satisfaction കൂടെ maximum profit ഉണ്ടാക്കിയെടുക്കുക. Nowadays, producers produce products according to the needs of the customers. Consumer is the key of marketing and hence customer is the king. കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുക്കുന്നത് തന്നെയാണ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതൊരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുള്ള രീതിയിൽ വേണം ഉത്തരം എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ പ്രോഡക്റ്റ് മിക്സ്? അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. പ്രോഡക്റ്റ് മിക്സിനകത്ത് പ്രോഡക്റ്റ് ഉണ്ട്. Product may be defined as anything that can be offered to a market. Product mix എന്ന് പറഞ്ഞാൽ എന്തും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്തിനെ നമുക്ക് അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ കൊടുക്കുന്ന എന്തിനെ നമുക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയാം. പ്രൊഡക്റ്റ് മിക്സിനകത്ത് ബ്രോഡ്ലി 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എലമെന്റ്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും. അത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ഒന്നും കൂടെ റീ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. Why packaging is called a silent salesman? എന്തുകൊണ്ടാണ് പാക്കേജിങ്ങിനെ സൈലന്റ് സെയിൽസ്മാൻ എന്ന് വിളിക്കുന്നത്? Packaging is called as a silent salesman because attractive packing encourages people to buy product just like a salesman. അതായത് നല്ല പാക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട്ട് അട്രാക്റ്റീവ് ആവും. നമ്മൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരും. സോ അതൊരു സൈലന്റ് സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
Clear? Explain promotion mix. എന്താണ് promotion mix? Promotion mix refers to a combination of promotional tools such as advertising, personal selling, sales promotion, publicity used by an organization to achieve its communication objectives. Promotion mix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷണൽ ടൂൾസിന്റെ കോമ്പിനേഷൻസ് ആണ് അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും പബ്ലിസിറ്റിയും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഇതിന്റെ ഒരു ടൂളുകളുടെ കോമ്പിനേഷനെയാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്താണോ പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ പബ്ലിക് റിലേഷൻ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ്. പബ്ലിക് റിലേഷൻ എന്താണ്? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പബ്ലിസിറ്റി ത്രൂ മീഡിയ. മീഡിയ വഴി കൃത്യമായിട്ട് പബ്ലിസിറ്റി എടുക്കുന്നതിനാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പബ്ലിക്കുമായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുവഴി നിരവധിയായിട്ടുള്ള പബ്ലിക് ഗ്രൂപ്പുകളെ സാറ്റിസ്ഫൈ ചെയ്യുക, കൃത്യമായിട്ട് പബ്ലിക്കിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ടൂൾസ് വെച്ച് നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ടൂൾസ് എന്ന് പറയുമ്പോൾ ന്യൂസുകൾ, സ്പീച്ചസുകൾ നടത്തുന്നത്, ഈവെന്റുകൾ നടത്തുന്നത്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഇവന്റുകൾ, റിട്ടേൺ മെറ്റീരിയൽസ്, പബ്ലിക് സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സ് റെപ്രസെന്റ്സ് എ ബ്ലെൻഡിംഗ് ഓഫ് ഡിസിഷൻസ് ഇൻ 4 ഇന്റർറിലേറ്റഡ് എലമെന്റ്സ്. എക്സ്പ്ലെയിൻ. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. മാർക്കറ്റിംഗ് മിക്സ് പറയുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർക്കേണ്ടത് 4 കാര്യങ്ങൾ: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇത് 4ആണ് മാർക്കറ്റിംഗ് മിക്സ്. It refers to a combination of 4 marketing tools such as product, price, place, promotion that a firm uses to pursue its marketing objectives in a target market. In a classroom debate, Smita argued that marketing and selling are same. Sujit argued that marketing and selling are different. എന്താണ് റെലവെന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ആർഗ്യുമെന്റ് ആണ് കറക്റ്റ്? സുജിത്തിന്റെ ആർഗ്യുമെന്റ് ആണ് കറക്റ്റ്. മാർക്കറ്റിംഗും സെല്ലിങ്ങും എപ്പോഴും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഡിഫറൻസുകൾ എഴുതുക. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വൈഡർ ടേം ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ നാരോ കൺസെപ്റ്റ് ആണ്. മാർക്കറ്റിങ്ങിനകത്ത് പ്രൊഡക്റ്റ് പ്ലാനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ ഇൻവോൾവ് ആണ്. സെല്ലിങ്ങിനകത്ത് just concerned with the sale of goods already produced ചെയ്ത് വെച്ച ഗുഡ്സ് പ്രോപ്പർ ആയിട്ട് സെല് ചെയ്യുക എന്നുള്ളതാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ സെല്ലേഴ്സിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ് സെല്ലിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം. മാർക്കറ്റിങ്ങിനകത്ത് എയിം ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ കൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. സെല്ലിങ്ങിനകത്ത് പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും സെയിൽസ് ഉണ്ടാക്കി നേടിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. മാർക്കറ്റിംഗ് ശരിക്കും ആക്ച്വൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്ന ഒരു ആക്ടിവിറ്റിയാണ്. സെല്ലിംഗ് പ്രൊഡക്ഷനൊക്കെ ശേഷമാണ് തുടങ്ങുന്നത്. മാർക്കറ്റിംഗ് എല്ലായ്പ്പോഴും കസ്റ്റമർ ഓറിയന്റഡ് ആണ്. കസ്റ്റമർ ആണ് ഇമ്പോർട്ടന്റ്. പക്ഷെ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ലെറ്റ് ദി സെല്ലർ ബി അവെയർ. അവർ അവെയർ ആയിരിക്കണം പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയും സെല്ലിങ്ങിന്റെ കേസിൽ ബയർ ബിവെയർ ആയിരിക്കണം. അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് there are 4 elements which constitute core marketing system. Suggest suitable term to describe those elements. Explain any 3 elements. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലാക്കണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയയാണ്. മെയിൻ ആയിട്ടുള്ള 4 എലമെന്റ്സ് എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? മാർക്കറ്റിംഗ് മിക്സ്. ഒരിക്കലും മറക്കരുത്, മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളതാണ് അവിടെ പറയുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പേര്. മാർക്കറ്റിംഗ് മിക്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. refers to the combination of 4 basic marketing tools such as product, price, place, promotion that a firm uses to pursue its marketing objectives in a target market. പിന്നെ പ്രധാനപ്പെട്ട പി എലമെന്റ്സുകൾ ഒന്ന് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് മീൻസ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ എനിത്തിങ് ഓഫ് വാല്യൂ
which is offered to the market for sale. The important product decisions include deciding about the features, quality, packaging, labeling and branding of the products. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാർക്കറ്റിൽ വാല്യൂവിന് കൊടുക്കുന്ന എന്തും നമുക്ക് സെയിൽ ചെയ്യാൻ കൊടുക്കുന്ന എന്തിനും പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. പ്രൊഡക്റ്റുമായിട്ട് പ്രധാനമായിട്ട് അതിന്റെ ഫീച്ചേഴ്സ്, ക്വാളിറ്റി, പാക്കേജിംഗ്, ലേബലിംഗ്, ബ്രാൻഡിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതാണ് പ്രൈസ്. പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എമൗണ്ട് ഓഫ് മണി, നമ്മൾ ഓരോ കസ്റ്റമേഴ്സും പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ് പ്രൈസ് അഫക്ട് ദ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്ട്സ്. ഡിസൈഡ് പ്രോഫിറ്റ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോമ്പറ്റീഷൻ, ഡിമാൻഡ്, ഇതൊക്കെ ഇതിന്റെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ എന്താണ് പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി, എന്താണ് പ്രൈസ് എന്ന് മനസ്സിലായി. പ്രൈസ് മനസ്സിലായല്ലോ. ഡിസൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോമ്പറ്റീഷൻ, ഡിമാൻഡ്സ്, ഇതൊക്കെ എന്താണ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി പ്ലേസ് എന്താണ്? പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആക്ടിവിറ്റീസ് നമ്മൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേം പ്രോഡക്റ്റ് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കണമെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താലേ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഏരിയാസ് ഇൻ ദിസ് റെസ്പെക്ട് ഇൻക്ലൂഡ് സെക്ഷൻ like proper selection of dealers, storage, warehousing, transportation of goods from one place to another, from the place of production to place of consumption. So place എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ അതിൽ വരുന്നത് പ്രോപ്പറായിട്ട് നല്ല ഡീലേഴ്സിനെ സെലക്ട് ചെയ്യുക, നല്ല സ്റ്റോറേജ് സ്പേസുകൾ കണ്ടെത്തുക, നല്ല വെയർഹൗസിംഗ് സ്പേസുകൾ കണ്ടെത്തുക, നല്ല ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് പ്ലേസ് ഓഫ് കൺസംഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. പിന്നെ ഉള്ളതാണ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവൈലബിലിറ്റി, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരുടെ അടുത്തായിട്ട്? ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. ഇതിനകത്ത് അഡ്വർടൈസിങ് ചെയ്യാം, പേഴ്സണൽ സെല്ലിംഗ് ചെയ്യാം, സെയിൽസ് പ്രൊമോഷൻസ് പല രീതിയിൽ പല പബ്ലിസിറ്റിയിൽ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രൊമോഷൻ. Next question. It rightly says that packaging works as a silent salesman. Repeated question ആണ്. We know the answer. The answer is yes. പാക്കേജിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോഡക്റ്റുകളുടെ ഒരു സൈലന്റ് സെയിൽസ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണ്ടെയ്നേഴ്സിലും ബോട്ടിൽസിലും ബോക്സസിലും പ്ലാസ്റ്റിക് ബാഗ്സിലും ട്യൂബ്സിലും പല രീതിയിൽ നമ്മൾ പാക്കേജിംഗ് ചെയ്യാറുണ്ട്. പാക്കേജിംഗ് സ്പോയിലേജ്, ബ്രേക്കേജ്, ലീക്കേജ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യുമ്പോഴും ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാക്കേജിംഗ് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ പാക്കേജിംഗ് എന്ന് പറയുന്നത് ആക്ട് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാക്കേജിംഗ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. പാക്കേജിംഗ് സ്പോയിലേജ്, ബ്രേക്കേജ്, ലീക്കേജിൽ നിന്നൊക്കെ കൃത്യമായിട്ട് പ്രോഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യും. ഈസി ആയിട്ട് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കസ്റ്റമേഴ്സിന് കൊണ്ടു നടക്കാനും പറ്റും. പാക്കേജിംഗ് പ്രൊവൈഡ്സ് കൃത്യമായിട്ടുള്ള കൺവീനിയൻസ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ദ പ്രൊഡക്റ്റ്. Then it attracts the customers to purchase the product. Then next question. These are various channel levels which help in the proper distribution of goods from the producers to the customers. Identify the channel levels. ഇത് നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു ഏരിയ ആണ്. ഒന്ന് അറിഞ്ഞിരിക്കുക ടൈപ്സ് ഓഫ് ചാനൽസ്. ഒന്നാമത്തതാണ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കസ്റ്റമറിന്റെ അടുത്തേക്ക് നേരിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ചാനൽ അല്ലെങ്കിൽ സീറോ ലെവൽ എന്ന് നമുക്ക് പറയാം. പിന്നെ പറയാൻ പറ്റുന്നതാണ് വൺ ലെവൽ. വൺ ലെവൽ ചാനൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും ഇടയ്ക്ക് റീറ്റെയിലർ വരുന്നതാണ് വൺ ലെവൽ ചാനൽ. പിന്നെ ഉള്ളതാണ് ടു ലെവൽ ചാനൽ. ടു ലെവൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും ഇടയ്ക്ക് ഹോൾസെയിലറും റീറ്റെയിലറും വരുന്നു. ദെൻ ഉള്ളതാണ് ത്രീ ലെവൽ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും ഇടയ്ക്ക് ഏജന്റും ഹോൾസെയിലറും റീറ്റെയിലറും വരുന്നു. ഓക്കെ, സോ ദർ ആർ 0 level, 1 level, 2 level and 3 level channel. Next question. What do you mean by physical distribution? Physical distribution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഒരു ഗുഡ്സ് മാനുഫാക്ചറിന്റെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാം.
എന്തൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പോണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെന്ററി കൺട്രോൾ. ഇനി എന്തൊക്കെയാണ് സെയിൽസ്മാൻഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ഇൻവോൾവ്സ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് between the seller and the prospective customer with an intention to selling the some products. It is a personal form of communication. Personal selling എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാണ്, ഒരു പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ഉള്ളത്. നമ്മൾ സെല്ലർ കസ്റ്റമറുമായിട്ട് മുഖാമുഖം കണ്ട് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നു. ഇനി എന്തൊക്കെയാണ് ഈ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമറിന്റെ അടുത്ത് പ്രസന്റേഷൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കൃത്യമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള വ്യക്തികളുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ സെയിൽസ് പ്രസന്റേഷൻ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അനുസരിച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് എ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ. നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ആ കസ്റ്റമറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ കസ്റ്റമറിന്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്ററാക്ഷൻ കിട്ടുകയാണ്. ഈ പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക് ഇതാണെന്നുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നു. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ആൻസേഴ്സ് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റിൽ ഒന്നാമത്തെ കൺസെപ്റ്റ്, ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കുക. മാർക്കറ്റിംഗ് മിക്സ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിലൊന്നാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിലെ ഒന്നാമത്തെ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ the concept believed that profit could be maximized by producing at large scale, thereby reducing the cost of production. വളരെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. ഹിയർ ഗ്രേറ്റർ എംഫസിസ് വാസ് ഗോയിങ് ഓൺ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ അവർ എന്താ ചെയ്യുന്നത്? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എങ്ങനെ നന്നാക്കാം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും. ആ കൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. According to this concept, quality of the product is more important. ക്വാണ്ടിറ്റിനെ കാട്ടിലും ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വളരെ നന്നായിരിക്കണം. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ നമ്മൾ ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്, പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ നമ്മൾ ക്വാളിറ്റി ആണ് നോക്കുന്നത്. So product improvement become the key to profit maximization of the firm under the concept product orientation. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്ര നന്നാക്കാം, അങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ത്രൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. സെല്ലിംഗ് കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് കൺസെപ്റ്റ് ഫോക്കസ് ഓൺ സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ത്രൂ അഗ്രസീവ് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ ടെക്നിക്സ് ടു പെർസ്യൂട്ട് ബയേഴ്സ് ടു ബൈ ദ പ്രൊഡക്ട്സ്. എങ്ങനെയെങ്കിലും ഏത് വിധേനെങ്കിലും വളരെ അഗ്രസീവായിട്ട് പല രീതിയിലുള്ള സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിപ്പിച്ചെടുത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാണ് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്തായിരുന്നു? ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുന്നു. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്തായിരുന്നു? ക്വാളിറ്റി വെച്ച് നോക്കുന്നു. സെല്ലിംഗ് കൺസെപ്റ്റ് എന്താണ്? എങ്ങനെയെങ്കിലും അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ ടെക്നിക്സ് ഉപയോഗിച്ച് വിൽക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. എന്താ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബിക്കംസ് എ ഫോക്കൽ പോയിന്റ് ഓഫ് ഓൾ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഒരു ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്താ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്? This concept stresses not only the customer satisfaction but also gives importance to the welfare of society. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുക എന്നുള്ളത് മാത്രമല്ല, സാമൂഹികപരമായിട്ട് ഏതൊക്കെ തരത്തിൽ കസ്റ്റമേഴ്സിന്റെ വെൽഫെയർ ചെയ്യാം എന്നുള്ളത് അവരുടെ ഇമ്പോർട്ടൻസ് കൂടെ കൊടുത്ത് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Give any 6 advantages of branding. ബ്രാൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അഡ്വാൻറ്റേജസ് ടു ദ ഫേം. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ബ്രാൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡിങ് ഹെൽപ്സ്
a firm in distinguishing its product from that competitors. ബ്രാൻഡിങ് എപ്പോഴും മറ്റുള്ള അവരുടെ തന്നെയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പ്രോഡക്റ്റിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. എപ്പോഴും നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാനും പ്രോഗ്രാംസ് ഡിസ്പ്ലേ ചെയ്യാനും ബ്രാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ branding enables a firm to charge competitive price for its products that charged by its competitors. നല്ല ബ്രാൻഡുകൾക്ക് മറ്റുള്ള ബ്രാൻഡുകൾ ഏർപ്പെടുത്തുന്ന പോലെ നല്ല വിലയിട്ട് വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അഡിഡാസിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ക്രോക്സിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു മിനിമം ഒരു 2000 രൂപയാകും. അതിന്റെ വില അതാണ്. സോ വി ആർ റെഡി ടു ബൈ ദാറ്റ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ പ്രൈസ്. അങ്ങനെ ഒരു ഇമേജ് സൊസൈറ്റിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ബ്രാൻഡിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഇത് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് അഡ്വാൻറ്റേജസ് ടു കസ്റ്റമേഴ്സ്. ബ്രാൻഡിങ് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നല്ല പ്രോഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ബ്രാൻഡിങ് കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഇന്ന ലെവലിൽ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സം ബ്രാൻഡ്സ് ബിക്കം സ്റ്റാറ്റസ് സിംബൽസ് ബിക്കോസ് ഓഫ് ദെയർ ക്വാളിറ്റി. ചില ബ്രാൻഡുകളിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അതൊരു സ്റ്റാറ്റസ് ആണ് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് പ്രൗഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനിടയിൽ അതൊരു പ്രൗഡ് ഫീൽ ആയിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് അഡ്വാൻറ്റേജസ് ടു കസ്റ്റമേഴ്സ് അബൌട്ട് ബ്രാൻഡിങ്. ഇനി ജസ്റ്റ് അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് അഡ്വർടൈസിങ്ങിന്റെ ഫോം എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അഡ്വർടൈസിങ് ഫ്ലെക്സിബിൾ അല്ല, പേഴ്സണൽ സെല്ലിംഗ് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. കാരണം നമ്മൾ ഒരു പേഴ്സണലായിട്ട് ഒരാളുടെ സംസാരിക്കുമ്പം ഓരോ കസ്റ്റമേഴ്സിന്റെയും നീഡ്സ് അനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ദെൻ അഡ്വർടൈസിങ്ങിന്റെ സമയത്ത് എല്ലാ കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്കും ഒരേ മെസ്സേജസ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോ കസ്റ്റമറിന്റെയും ബാക്ക്ഗ്രൗണ്ട്സും അയാളുടെ നീഡ്സും അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽസ് ടോക്സ് നടത്തുന്നത്. ദെൻ അഡ്വർടൈസിങ് ലാക്സ് ഡയറക്റ്റ് ഫീഡ്ബാക്ക്. അഡ്വർടൈസിങ്ങിൽ ഒരിക്കലും നമ്മൾ ഈ മാസീവായിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. ബട്ട് പേഴ്സണൽ സെല്ലിങ്ങിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അഡ്വർടൈസിങ്ങിൽ നോക്കുമ്പോൾ ഓരോ പെർ പേഴ്സണും നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. കാരണം മാസീവായിട്ടൊരു ഓഡിയൻസിലേക്ക് അത് എത്തുവാണ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ പെർ പേഴ്സണും നമ്മൾ എടുക്കുന്ന കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. Next question, what are the factors affecting price of a product? ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തേത് പ്രോഡക്റ്റിന്റെ കോസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ ബാധിക്കുന്ന കാര്യമാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെലവും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ചെലവും. ഫിക്സഡ് കോസ്റ്റുകളും വേരിയബിൾ കോസ്റ്റുകളും സെമി വേരിയബിൾ കോസ്റ്റുകളും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെമി വേരിയബിൾ കോസ്റ്റും കൃത്യമായിട്ട് അതിന്റെ വില നിശ്ചയിക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെയുള്ളതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് എപ്പോഴും അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെയധികം അതിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇഫ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഇൻഇലാസ്റ്റിക്, ദ ഫേം ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഫിക്സ് ഹയർ പ്രൈസസ്. പ്രോഡക്റ്റ് വളരെ ഡിമാൻഡ് ഉള്ളതാണ്, പക്ഷെ അത് എല്ലായിടത്തും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിലയിട്ട് വിൽക്കാൻ പറ്റും. പക്ഷെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് എല്ലാവർക്കും വേണം താനെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് വില കുറവുമായിരിക്കും. അതുകൊണ്ടാണ് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ പൊതുവെ വിലക്കുറവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കോമ്പറ്റീഷൻ. ഒരു പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് നോക്കുക, അവിടുത്തെ ആന്റിസിപ്പേറ്റഡ് റിയാക്ഷൻസ് നോക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെത്ര രൂപയാണ് നമ്മളെ പോലത്തെ അതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന അവരെത്രയാണ് ഇടുന്നത്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വില കുറച്ച് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് വാങ്ങിക്കും. സോ കോമ്പറ്റീഷൻ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഉള്ളതാണ് ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. എപ്പോഴും പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും
അല്ലെങ്കിൽ അവിടുത്തെ അൺഫെയർ പ്രാക്ടീസസിനും ഒക്കെ എതിരായിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കും എസെൻഷ്യൽ കമ്മോഡിറ്റീസിന് ഇങ്ങനെ ആയിരിക്കണം, ഫോർ എക്സാമ്പിൾ മെഡിസിൻസിന് ഇങ്ങനെ ആയിരിക്കണം വില ഇടേണ്ടത് എന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ആണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. അല്ലാത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഒരു പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഷെയർ കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വില നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തത് അഡ്വർടൈസിങ് കസ്റ്റമേഴ്സിനെ അവർക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കൂടെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ മിക്ക അഡ്വർടൈസ്മെന്റ്സും മിസ്ലീഡിംഗ് ആണ്, ഉള്ള കാര്യമല്ല അവരാരും പറയുന്നത്. അഡ്വർടൈസ്മെന്റ്സ് എപ്പോഴും ഒരു ബ്രാൻഡിനെ മൊണോപ്പൊളി, അതൊരു കുത്തകയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങും. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. അൾട്ടിമേറ്റ്ലി ഒരു പ്രോഡക്റ്റിന്റെ വില കൂട്ടുന്ന ഒരു കാര്യമാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് പെർസ്യൂട്ട്സ് പീപ്പിൾ ടു പർച്ചേസ് ഈവൻ ഇന്റീരിയർ പ്രൊഡക്ട്സ്. ഈവന്റെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും. പലതവണയും സോഷ്യൽ ആയിട്ടുള്ള എത്തിക്കൽ വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് അഡ്വർടൈസ്മെന്റ്സ്, അല്ലെങ്കിൽ അത് കുറയ്ക്കുന്ന രീതിയിലാണ് അഡ്വർടൈസ്മെന്റ്സ് പൊതുവെ പുറത്തേക്ക് വരാറുള്ളത്. സോ ഇത്രയും കാര്യമാണ് അഡ്വർടൈസിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആയിട്ടുള്ളത്. സോ ചാപ്റ്റർ 10 കുറച്ച് ബിഗർ ചാപ്റ്റർ ആയിരുന്നു. ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കോൺസെപ്റ്റുകൾ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സിന്റെ പോയിന്റ്സ്, മേജർ ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.